ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖം അതുപോലെ സേഫാണ്. പിന്നെ അപ്പോൾ എൻ്റെ Q&A ചെയ്യുന്നത് കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ എനിക്ക് മോനെ അറിയുന്നുണ്ടാവും എന്തായാലും. കാരണം ഞാൻ മുന്നേ ഉള്ള എൻ്റെ എല്ലാ വീഡിയോസിനകത്തും ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ നിങ്ങൾ നോക്കിയാൽ കാണില്ല കേട്ടോ. കാരണം ഇപ്പം നോക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും ആ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞത് ഭയങ്കര ബോറായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ഇൻട്രൊഡക്ഷൻ അങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ നമ്മൾ സാധാരണ റെസിപ്പീസൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിലും റെസിപ്പീസൊക്കെ കാണാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് കണ്ട് തീർക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ എനിക്കും തോന്നി ശരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് കുറേ ലാഗ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഒത്തിരി ബിസിയാണ്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇപ്പോഴും കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വന്നിട്ട് പിന്നെ വീഡിയോ ചെയ്തപ്പോൾ. പിന്നെ എനിക്ക് മോർണിംഗ് കൂടെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നി എല്ലാവർക്കും കുറച്ചുകൂടി നല്ലത് കുറച്ച് ഫാസ്റ്റായിട്ട് കാണാനാണ്. അതുകൊണ്ടാണ് വീഡിയോ ഷോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 5 മിനിറ്റിലൊക്കെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നത്. പിന്നെ 1 ഇയറിന് മുന്നേ ഇതുപോലെ വന്ന് പറയുന്ന സമയത്താണല്ലോ ഓക്കെ എല്ലാ ദിവസവും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയൊന്നും ഇല്ല, വളരെ കുഞ്ഞു ചാനലാണ്, അധികം ആൾക്കാർ കാണില്ല. അതുള്ളത് കൊണ്ട് ആ ടൈമിൽ ഇൻട്രൊഡക്ഷൻ പറയാനൊക്കെ ഉള്ള ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് സത്യം പറയാലോ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് അങ്ങനെ സംസാരിക്കാനുണ്ടോ അല്ലാത്ത ചമ്മല. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബർ ദേവു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൈര്യത്തിന് ഹസ്ബൻഡിനെ കൂടെ കൂട്ടിക്കോ മോനെയൊക്കെ കൂടെ കൂട്ടിക്കോ. അപ്പം ഞാൻ ആ ധൈര്യത്തിനോട് പിടിച്ചിരിച്ചോ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ കുറേയൊക്കെ കോമൺ അല്ലേ. പിന്നെ കുറേ പേര് ആദ്യം ഫോണിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അത് അത്ര കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം കുറേ പേര് കമൻറ്റ് പോസ്റ്റിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ചില വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് വഴി കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റ വഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി അങ്ങ് പിന്നെ ഒത്തിരി അത് ലാഗാവും നമ്മൾ ഓരോന്നിനകത്ത് നോക്കി അങ്ങ് സംസാരിക്കുമ്പോൾ. പിന്നെ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ പേര് എഴുതിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ആരെങ്കിലും ഒരാളുടെ പേര് മിസ്സായി കഴിഞ്ഞാൽ ഒരു വിഷമം. കാരണം കുറേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞിരിക്കുന്നു സ്വന്തമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ കുറച്ച് ആരോ എനിക്ക് 2-3 പേര് എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അതെന്താ ചോദിച്ചാൽ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. നീതു സ്മൽ പറഞ്ഞാൽ നീതു എൻ്റെ പേര് തന്നെയാണ്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ബഹറിൽ വന്നിട്ട് 5 ഞാൻ 6 വർഷമായി. കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം വന്നു കേട്ടോ. 6 വർഷമായി ഇവിടെ. 6 വർഷമായില്ല, ജൂണിലായി 6 വർഷമായി. ഏട്ടൻ 9 വർഷമായിട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് രജീഷ്. പിന്നെ ഏട്ടൻ ഇവിടെ ഒരു ഹാവ്ലോക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോൻ ഷാൻ. ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും ഒരു ഫ്ലൈങ് കേസ് കൊടുത്തേ. കറക്റ്റായിരിക്കും, ചുമ്മാ വന്നോട്ടോ. ഇങ്ങനെ കൊടുക്കും, ഫ്ലൈങ് കേസ് കൊടുത്തേ. അന്ന് മോൻ്റെ പേര് റിഷാന്ന്. മോൻ എന്താ വിളിക്കാന്ന് ചോദിച്ചു, റിച്ചു എന്നാണ് കേട്ടോ വിളിക്കുക. പിന്നെ മോന് വയസ്സ് എത്രയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോന് ഈ ജനുവരി 18 വന്നു കഴിഞ്ഞാൽ 3 വയസ്സായി. പിന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര കുട്ടികളായിട്ട് അവരെ എനിക്കൊന്ന് കുറേ പേർക്കൊക്കെ അറിയാം. മോൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയാണ് ഉള്ളത്. അച്ഛൻ നാട്ടിൽ തന്നെ കച്ചവടമാണ്, പലചരക്കും ബേക്കറിയൊക്കെ ആയിട്ടുള്ളത്. അമ്മ ലാപ്ടോപ്പ് മെഷീൻ കോഴ്സ് കഴിഞ്ഞതാണ്. അമ്മ വർക്കൊന്നും ചെയ്യില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ അനിയത്തിനെ എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. കാരണം ഇടയ്ക്ക് അനിയത്തി ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഫോട്ടോ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവളായിട്ട് ഉണ്ടാക്കും, അവളാക്കിയ ഫോട്ടോസും ഷെയർ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അവൾ ബിടെക് കഴിഞ്ഞു, ഇപ്പോൾ ജസ്റ്റ് ജോലിക്ക് കയറിയിട്ടുണ്ട് ബൈജൂസ് ആപ്പിൽ, പ്രൊബേഷൻ പീരീഡിലാണ്. പിന്നെ ഏട്ടൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏട്ടന് അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനാണ് ഉള്ളത്. അച്ഛൻ ഡ്രൈവറായിരുന്നു, ഇപ്പം അച്ഛൻ വർക്കൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞൂടെ. പിന്നെ അമ്മ ജനതയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുള്ളത്, അമ്മ ഇപ്പോൾ
അമ്മമ്മ വീണു. ഞങ്ങൾ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീണു. അമ്മമാരെ കൈ ഫ്രാക്ചർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഒരു വിഷമമാണ്. പിന്നെ അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ്, ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ സ്കൂളൊക്കെ പഠിച്ചത് LKG തുടങ്ങിയിട്ട് 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഞങ്ങളുടെ സ്ഥലം പറഞ്ഞില്ല അല്ലെ. ഞങ്ങൾ കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പയ്യന്നൂർ എനിക്കൊന്ന് എല്ലാവർക്കും പറയുന്നുണ്ട്. അങ്ങനെ പയ്യന്നൂർ കോളേജിൻ്റെ അങ്ങനത്തെ അപ്പോൾ പയ്യന്നൂർക്കാരാണ് ഞങ്ങൾ. പിന്നെ എൻ്റെ സംസാരം എൻ്റെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ തിരുത്തി തരാറൊക്കെയുണ്ട്. പക്ഷെ എനിക്കാവുന്നില്ല കേട്ടോ. അങ്ങനെ ചില വാക്കുകൾ നമ്മൾ കണ്ണൂർ സ്ലാങ്ങിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ സംസാരിച്ചാൽ ആർട്ടിഫിഷ്യലായി പോയില്ലേ. അത് കുറേ പേര് എന്നെ കുറേ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അത് ഓരോരുത്തരും ഓരോ നാടിൻ്റെ സംസാരമല്ലേ. പിന്നെ ക്വാളിഫിക്കേഷൻ LKG തുടങ്ങി 10th സ്റ്റാൻഡേർഡ് വരെ സെൻറ്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ +2 ചെയ്തത് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി പയ്യന്നൂർ തന്നെയാണ്. പിന്നെ അതിനുശേഷം കോളേജ് എന്ന് പറയുന്നത് ഞാൻ BSc നഴ്സിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മംഗലാപുരത്താണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീദേവി എഡ്യൂക്കേഷൻ ട്രസ്റ്റിലാണ് നഴ്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്രയൊക്കെ എക്സ്പീരിയൻസ് അവന് ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ പാടെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ പാടെ പെട്ടെന്ന് ഒരു ജോലി കിട്ടണം, നമുക്ക് എന്തെങ്കിലും കുറച്ച് ഏർണിങ്സ് വേണം, നമ്മുടെ വീട്ടിൽ അച്ഛനും നമുക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ചാടി കയറി നഴ്സിംഗ് കഴിഞ്ഞ് എനിക്കൊന്ന് എല്ലാവരും ഓൾമോസ്റ്റ് പുറത്തുള്ള അതായത് കേരളം വിട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് ഓഫേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ കൽക്കട്ടയിലാണ് ആദ്യം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, പോയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ നമ്മൾ ഹോം സിക്ക് എനിക്ക് പൊതുവേ ഞാൻ കുറച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്കിങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കണം, അച്ഛനൊക്കെ കാണാൻ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. അതുകൊണ്ടായിരിക്കാം ഇതിലൊക്കെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടും അത് എൻ്റെ പോലെ തന്നെയായിരുന്നു. സുചിതയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളും സെയിം ആയിരുന്നു. അവളും വീട്ടിൽ അമ്മനെ കാണാൻ പറ്റില്ല, അച്ഛനെ കാണാൻ പറ്റില്ല, വീട്ടിൽ വന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ വർക്ക് ചെയ്തത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്, പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അപ്പോൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്ന ഹോസ്പിറ്റലായിരിക്കും പയ്യന്നൂർ. കാരണം ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും നഴ്സിംഗ് പഠിച്ചതിന് ശേഷം എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം എനിക്ക് ശരിക്കും നഴ്സിംഗ് ഞാൻ ശരിക്കും എല്ലാം എൻജോയ് ചെയ്തത്. നിങ്ങളെല്ലാം പഠിച്ച് ശരിക്കും കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവിടുത്തെ സ്റ്റാഫ് നഴ്സസ് എല്ലാം പറഞ്ഞു തരുന്നതിൽ നല്ല ടീമായിരുന്നു കൂടി ഉണ്ടായിരുന്നത്. ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു ടീം നല്ല ഒരു അടിപൊളി ടീമായിരുന്നു. ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇഷ്ടമാണ് നഴ്സിംഗ് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം പഠിക്കാൻ നമ്മൾ എത്ര സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പേഷ്യൻറ്റിനെ നോക്കി അതൊക്കെ ശരിക്കും ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇപ്പോഴും പറയാൻ ഇഷ്ടമുള്ളത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ അവിടെ ശരിക്കും ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറഞ്ഞോട്ടെ. അപ്പോൾ അവിടുന്ന് പിന്നെ ട്രൈ ചെയ്തു ടീച്ചിങ് പോകാൻ. MSc പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ പിന്നെ വീണ്ടും ജോലി നോക്കി. അങ്ങനെ ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെയാണ് പിന്നെ ജോലി ചെയ്തത്. അവിടെ ട്യൂട്ടറായിട്ട് അസിസ്റ്റന്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. അത് നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ കുട്ടികളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ട്. ഞാൻ മെയിനായിട്ട് 4th ഇയേഴ്സിനും 3rd ഇയേഴ്സിനൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഒക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അതുപോലെ മാഡംസ് ഒക്കെ സബ്സ്ക്രൈബേഴ്സാണ്. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ആ കുട്ടികളൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ചില സമയത്തൊക്കെ കമൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തത് കോപ്പറേറ്റീവ് ശരിക്കും ടീച്ചിങ് ഫീൽഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രസന്റ് കോളേജിൽ വർക്ക് ചെയ്ത ഒരു ടൈം തന്നെയാണ്. ഇപ്പോഴും ഇവിടെ വന്ന സമയത്തും ടീച്ചിങ് ആണ് ഫസ്റ്റ് നോക്കിയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് ഫീൽഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇവിടെ അങ്ങനെ അതിനൊന്നും വലിയ ചാൻസസ് ഒന്നുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മാസമായപ്പോൾ ബഹ്റൈനിലോട്ട് വന്നു കേട്ടോ. ബഹ്റൈനിൽ വന്നിട്ട് പെട്ടെന്ന്
എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ബഹ്റൈനിലെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലാണ് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് മിലിറ്ററി ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ജോബാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ഇതും പിന്നെ എന്താ എനിക്കറിയില്ല, പെട്ടെന്ന് നാട്ടിൽ വർക്ക് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ലല്ലോ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോഴുള്ളത്. രണ്ടും ടോട്ടലി ഡിഫറെൻ്റ്. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യം അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എന്നെ കുറേ നല്ല സാലറി ഒക്കെ ഉള്ള ജോബായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. കാരണം ഗൾഫിൽ ഗവൺമെൻറ് ജോബ് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും എന്നെ മാക്സിമം എന്താണ് ഇങ്ങനെ പറഞ്ഞു തള്ളി വിട്ട് കുറച്ച് നാൾ പോയി. പക്ഷേ ഞാൻ 4 മാസത്തിനകത്തേ പോയുള്ളൂ. ശരിക്കും പ്രൊബേഷനൊക്കെ കയറുന്ന ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് നഴ്സസും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കളയിൽ ഇത്ര ചെറിയ പ്രായത്തിൽ കിട്ടില്ല. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഞാൻ മനസ്സിലെപ്പോഴും വിചാരിക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ കോപ്പറേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റ് ആണെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ജോലി കുറേ എഫേർട്ട് ഒക്കെ എടുക്കാനുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മൾ നല്ലൊരു ഹാപ്പി ആയിരിക്കും. കുറേ സാലറി കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ മെന്റലി കൂടി കുറച്ച് സന്തോഷത്തിൽ ചെയ്യുമ്പോഴല്ലേ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുക. അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പം എല്ലാവരും എന്നെ എതിർത്തിട്ടുണ്ട്. ഇപ്പം കാണുന്ന നിങ്ങളും എന്തായാലും വിചാരിക്കുന്നുണ്ടാവും എന്തായാലും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു കാരണവശാലും എന്നെ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴല്ലേ സംസാരിക്കുന്നത്, എന്നെ സംസാരിക്കാൻ നമുക്കില്ലേ. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ സെൻ്ററിൽ കയറി. അത് ENT ആൻഡ് ഫേഷ്യൽ എസ്തെറ്റിക്സ് ഒക്കെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതിൽ 2 ഡോക്ടേഴ്സാണ് അവിടെ മെയിനായിട്ട്. അത് ശരിക്കും ഞാനൊരു 2.5 വർഷത്തിനടുത്ത് അവിടെ വർക്ക് ചെയ്തിട്ടോ. അതെനിക്ക് അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് ഒക്കെ മിലിറ്ററി ഹോസ്പിറ്റലിനെ ലൈസൻസ് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ലൈസൻസ് അപ്രൂവൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് ലൈസൻസ് എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ നല്ല എനിക്കിപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്ത ടീമൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇപ്പോഴും. എല്ലാവരും ഇപ്പം മാറി വേറെ എവിടേക്കും ആയി. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തത് ഏകദേശം 2.5 വർഷം വർക്ക് ചെയ്തു. മോനെ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 5 മാസം, മോനെ 5 മാസം ആകുന്നത് വരെ, മോനെ പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസം ആകുന്നത് വരെ ഞാൻ അവിടെ പോയി. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ഏരിയയിൽ റേഡിയോ ഫ്രീക്വൻസി എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അത് നല്ലതല്ലല്ലോ, മോനാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ എപ്പോഴും റേഡിയേഷൻ കാര്യമല്ല. അപ്പോൾ ഡോക്ടേഴ്സായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് റിസൈൻ ചെയ്തു. പിന്നെ ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് കയറിക്കോ എന്നുള്ളത് അവിടുത്തെ സാറാണെങ്കിലും പിന്നെ റീജോയിൻ ചെയ്യില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 7 മാസം ആയപ്പോഴാണ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ റിട്ടേൺ വന്നിട്ട് റിട്ടേൺ കറക്റ്റ് നഴ്സിംഗ് ലൈസൻസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ മോന് ഡെലിവറി ആയി കഴിഞ്ഞിട്ട് എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കറക്റ്റ് 3 മാസമല്ലേ, 90 ദിവസം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും മോർണിംഗ് കൂടി ഇങ്ങോട്ടേക്ക് റിട്ടേൺ വന്നു. ഞാൻ മോനും എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്നിട്ട് മോനെ ബേബി സിറ്റിങ്ങിൽ വിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ സത്യത്തിൽ. കാരണം എൻ്റെ ലൈസൻസ് എക്സ്പയർ ആയി പോകും, അപ്പോൾ അത് റിന്യൂ ചെയ്യാനൊക്കെ കരുതി വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മോനെ കാണാൻ നിൽക്കാൻ പറ്റില്ല. ഏട്ടൻ ജസ്റ്റ് ഒന്ന് നമ്മളെ തൊട്ടടുത്ത് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ അടുത്തോട്ടേക്ക് മോനെ മാത്രം, കാരണം എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തല്ലോ. അപ്പോൾ ഏട്ടൻ പുറത്തെടുത്ത് പോയി മോനെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാൻ തുടങ്ങുന്നു. എനിക്കെന്തോ മോനെ കാണാതെ നിൽക്കാനേ ഒട്ടും കഴിയുന്നില്ല. അപ്പം ഞാൻ കരുതി കുറച്ചാകാതെ എനിക്ക് ജോലിക്ക് പോകുന്നില്ല. കാരണം എനിക്ക് 1 വയസ്സായി പോകുന്നു പറഞ്ഞു. 1 വയസ്സ് വരെ വരതന്നെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ ഡ്രോയിങ് ക്ലാസ് മുന്നേ ചെയ്യുന്നുണ്ട് കേട്ടോ. ബഹ്റൈനിൽ വന്ന സമയത്ത് തന്നെ ഡ്രോയിങ് ക്ലാസ് കുട്ടികൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 10-15 ആദ്യം കുറച്ച് കുട്ടികൾക്ക് എടുത്ത്, പിന്നെ കുട്ടികളുടെ എണ്ണം കൂടി 10-15 കുട്ടികളായി. പിന്നെ ഫ്ലാറ്റിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 കുട്ടികളെ വെച്ച് മാത്രം പഠിപ്പിച്ചു. ഡെലിവറി ആയതിനു ശേഷം കുറേ കുട്ടികൾ വന്നു. പക്ഷെ എനിക്ക് ആവില്ല എന്തായാലും, കാരണം മോർണിംഗ് കൊണ്ട് എനിക്ക് ആവില്ല. പിന്നെ കുറേ പേര് ഹോബി ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഹോബി കേട്ടോ, പെയിൻറ്റിങ് ഡ്രോയിങ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. പക്ഷെ മോനായതിനു ശേഷം എനിക്ക് കഴിയില്ലല്ലോ, എന്തായാലും മോർണിംഗ് കൊണ്ട് നടക്കില്ല. അപ്പോഴാണ് എന്താണ് മലബാർ കിച്ചൻ്റെ
അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മലബാർ കിച്ചൺ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മള് ഇവിടെ വന്ന് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷെ നമ്മൾ അത്രയും നാളെ ജോലി ചെയ്ത് ഞാൻ ഒരിക്കലും ശരിക്കും വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഒന്നെങ്കിലും വർക്ക് ചെയ്തത്, പിന്നെ ഇവിടെ വന്നാൽ കുറച്ച് നമ്മൾ ജോലി അപ്ലൈ ചെയ്യുന്ന സമയമാണെങ്കിലും ഡ്രോയിങ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടൈമിൽ മിയ ചേച്ചിയും അതുപോലെ വിനാസ്കറിലെ വീണ ചേച്ചിയൊക്കെ ശരിക്കും ആ ടൈമിൽ ഏറ്റവും നല്ല ക്ലിക്കായിട്ടുള്ള ചാനൽ, അല്ലെങ്കിൽ ഇപ്പോഴും അവർ നല്ല ക്ലിക്കായിട്ടുള്ള ചാനൽ തന്നെയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഒത്തിരി ചാനൽസ് ഉണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു വീട്ടിൽ ശരിക്കും 2-3 യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ശരിക്കും. ആ ടൈമിൽ എന്ന് പറയുന്നത് ശരിക്കും രണ്ട് ചേച്ചിമാരുടെയും പ്രസൻറ്റേഷനൊക്കെ ഡിഫറെൻ്റ്, പക്ഷേ രണ്ടുപേരുടെ എല്ലാം കാണുമായിരുന്നു ഞാൻ ഇരുന്നിട്ട്. കാണാനുള്ള കാരണം ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു ഒരു ദിവസം ഹസ്ബൻഡിനോട് ചോദിച്ചു, അതുപോലെ അനിയത്തിയോടാണ് ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം വീട്ടിലിരിക്കുമ്പോൾ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ആകെ വല്ലാതെ ഡെസ്പായി പോകുന്നൊക്കെ പോലെ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തോ. അപ്പോൾ ആദ്യം വിചാരിച്ചു നഴ്സിംഗ് റിലേറ്റഡ്, കാരണം ലെക്ചറിങ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നഴ്സിംഗ് കുട്ടികൾക്ക് എന്തെങ്കിലും ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ അതൊരിക്കലും സബ്ജക്റ്റൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ കവർ ചെയ്തിട്ട് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ ചെയ്യും മാനേജ് ചെയ്യുന്നൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഇപ്പോഴും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ചാനൽ വേണം എന്നുള്ളത്, ശരിക്കും ഭയങ്കര എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അതിനുശേഷം ഏറ്റവും ഇഷ്ടം കുക്കിംഗ്. അപ്പൊ പിന്നെ കുക്കിംഗ് തന്നെ ഇവരോട് രണ്ടുപേരോട് പറഞ്ഞു. ഏട്ടനോട് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അനിയത്തിയോട് പറഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവളൊരു ഐഡിയ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു. പിന്നെ ഫുള്ളായിട്ടും ബാക്കിയെല്ലാം ചെയ്തു തന്നു. അങ്ങനെയാണ് മലബാർ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലെ കുക്കിംഗ് ചാനൽസ് കണ്ടിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെ. മലബാർ കിച്ചൺ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? മലബാർ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് 2018 ഓഗസ്റ്റ് 4-നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഓഗസ്റ്റ് 4 ഏട്ടൻ്റെ പിറന്നാളായെന്നാണ് ആദ്യത്തെ വീഡിയോ. അപ്പം അന്ന് ചെയ്യാനൊരു ആഗ്രഹം തോന്നി, അപ്പം അന്ന് ചെയ്തു. പക്ഷെ കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല, യൂട്യൂബിൽ എങ്ങനെയാ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഒന്നും അറിയില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിലുള്ള ഇപ്പോഴുള്ള യൂട്യൂബേഴ്സിനൊക്കെ പഠിക്കാൻ കുറേ ചാനൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒന്നും അറിയില്ല എന്ന് മോൻ തന്നെ പറയും. സത്യം തന്നെ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ 4 വീഡിയോ ഒരുമിച്ചിട്ട് അപ്ലോഡ് ചെയ്തു. സാമ്പാർ എന്തെല്ലാം 2 കറി സാമ്പാർ, അതാരും പോയി കാണരുത് കേട്ടോ. അത് ഞാൻ കുറേ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് തന്നെ ലാസ്റ്റ് കണ്ടപ്പോൾ ചീസായി. ഇപ്പൊ ആ സമയത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ സംഭവമാണ്. ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ചിരിച്ച് ഞാൻ സത്യം പറയില്ല. അനിയത്തൊക്കെ പറഞ്ഞു ഇപ്പൊ നിന്റെ വീഡിയോസ് ഇരുന്ന് കണ്ട പഴയ വീഡിയോസ് ഇരുന്ന് ആ ശരിയാ. ഇപ്പോൾ ഉള്ള വീഡിയോ കുറച്ച് നാളെ ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്ത പറഞ്ഞാല് ഞാൻ ക്യാമറയ്ക്കൊക്കെ എങ്ങും ഏറ്റവും ടോപ്പിലൊക്കെ കൊണ്ടുപോയി ഫോൺ വെക്കും, എന്നിട്ട് നേരെ താഴോട്ടേക്ക്. പിന്നെ ഞാൻ ചുമ്മാ ഇരുന്ന് കത്തിയടിക്കും. എനിക്ക് പറയാനറിയില്ല, കാരണം ഞാൻ ആ സമയത്ത് മീന ചേച്ചിയും അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതുപോലെ നമുക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സംസാരിച്ചു. പിന്നെ എനിക്ക് തോന്നിയതൊക്കെ ബോറാണ്, അങ്ങനെ ചെയ്യരുത്, ആൾക്കാരെ വെറുതെ വെറുപ്പിക്കരുത്, അങ്ങനെയാണ്. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും 2 വർഷമായി അല്ലേ, 2 വർഷം കഴിഞ്ഞു. പക്ഷെ നമ്മളെ ചാനലിൽ അങ്ങനെ ഒരു ടൈം പീരീഡ് പറയാൻ പറ്റില്ല, കാരണം 2 വർഷമായിട്ടുണ്ടെങ്കിലും ഇതിൽ നമ്മൾ 1.5 വർഷം 10,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹാക്കിങ്ങിന്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 മണിക്കൂറിനടുത്ത് എന്താ നടന്നത്, ആ സംഭവം എന്താണെന്ന് പറയുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തത്. ജസ്റ്റ് പറയുന്നതാണ്. നമ്മൾ മെയിൽസ് പുതിയ യൂട്യൂബേഴ്സിനോടായിട്ട് എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന മെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ. എനിക്ക് പറ്റിയത് ഞാൻ മെയിൽ ശ്രദ്ധിക്കാതെ ശരിക്കും ഹാക്കർ ആയിട്ട് വന്നിട്ടുള്ള ആളുടെ മെയിലിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ ചാനൽ ആളങ്ങ് എടുത്തു. എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് വേറൊരാൾ എടുത്ത് അയാൾ യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്കതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ഓണർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അത്രയും നാൾ കഷ്ടപ്പെട്ടത്, എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതോ. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം, നമുക്ക് ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അക്കൗണ്ട് എനിക്ക് സേഫ് ആയിരുന്നു. അപ്പോൾ ഒരു പെട്ടെന്ന് എല്ലാം കൂടി എല്ലാവരും അതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഏട്ടനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരിയാ, ഏട്ടൻ, അനിയത്തി, അനിയൻ, ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അനന്തു, അശ്വിനൊക്കെ കൂടിയാണ് ശരിക്കും ചാനൽ എനിക്ക് റിട്ടേൺ തന്നതെന്ന് പറയുന്നത്.
എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഏട്ടൻ തന്നെയാണ് കേട്ടോ. ഏട്ടൻ സാധാരണ ഒരു ചാനൽ ഹാക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ഒരു 99% ചാനൽ റിട്ടേൺ കിട്ടാറില്ല. കാരണം ആരും അതിൻ്റെ പിറകെ പോലെ കാരണം കിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ഇത് ഏട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബ് ടീം അത്രയും നല്ലതാണ്. ശരിക്കും എനിക്ക് യൂട്യൂബ് ടീമിനോട് അത്രയധികം റെസ്പെക്റ്റ് ആണ്. കാരണം അത്രയും നമ്മൾ മെന്റലി അവർ നല്ല സപ്പോർട്ടാണ്. എല്ലാ ദിവസവും അയക്കുന്ന മെയിൽ വായിക്കുമ്പോൾ പോലും നമുക്ക് മെന്റലി ഇത്ര നല്ലൊരു ടീമാണെന്ന് തോന്നും. കാരണം അത്രയും നല്ല റെസ്പോൺസ് അവരുടെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുന്നത് പാഷനാണ്, അത്ര ഇഷ്ടമാണ് ഈ ചാനൽ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എങ്ങനെയാണ്, പക്ഷെ അവരുടെ റൂൾ അനുസരിച്ച് അവർക്ക് റിട്ടേൺ ഹാക്ക് ചെയ്ത ചാനൽ അവർക്ക് ഹാക്കറിന്റെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് റിട്ടേൺ തരുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ എന്നോട് പറഞ്ഞില്ല കേട്ടോ, കിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടില്ല എന്നാലും കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ട്. പിന്നെ ഒരു ദിവസം ചുമ്മാ ഞാനിങ്ങനെ മൊബൈലിനകത്ത് ഇങ്ങനെ വെറുതെ എപ്പോഴും കാര്യം ഫുൾ ടൈം കാര്യം കേട്ടോ. ആ ടൈം ഫുൾ ടൈം കാര്യം. എനിക്കെന്തോ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേ ഫീലിങ്സ് അല്ലേ. ഞാൻ അത്ര ആത്മാർത്ഥതയോടെയായിരുന്നു ചാനൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര എനിക്ക് ഇഷ്ടമായിരുന്നു എന്നോട്. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല എന്തായാലും. ഞാൻ മെന്റലി അങ്ങ് ഭയങ്കര പ്രശ്നമായി പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോനായിരുന്നു ആകെ ഒരു. അപ്പൊ നാട്ടിൽ പോകാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആകെ ഒന്നും ചെയ്യാം. അത്രയും നാള് നല്ല എൻജോയ് ചെയ്ത കാര്യം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു വിഷമം ഉണ്ടാവില്ലേ. പിന്നെ ഒരു ദിവസം ചുമ്മാ മൊബൈലിനകത്ത് നോക്കുമ്പോൾ എൻ്റെ സാധാരണ യൂട്യൂബ് പേഴ്സണൽ ഐഡിയുടെ കൂടെ നീതൂസ് മലബാർ കിച്ചണിന്റെ കൂടി കാണുമ്പോൾ ഞാനങ്ങനെ എട്ടിപ്പോയി അടിച്ചു പറയില്ലേ. അപ്പൊ ഏട്ടനെ ദിവസം മെയിൽ ചെയ്ത് ഇതിങ്ങനെ റിട്ടേൺ എടുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ തിരിച്ച് കിട്ടിയ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഡയറക്റ്റ് നമ്മുടെ ചാനൽ തരാൻ കഴിയില്ല. അപ്പോൾ അവർ റീഡയറക്റ്റ് ചെയ്യുക ചെയ്തത്. വേറൊരു ഐഡിയ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് ചാനൽ തന്നു. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ ചോദിച്ചു ചില റെസിപ്പീസ് കാണുന്നില്ലല്ലോ, ഇത് പണ്ടുണ്ടാക്കിയ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യുന്നത് അത് ഇഷ്ടമാണ്, അതെന്താ ഇപ്പോൾ കാണാത്തത്. സത്യത്തിൽ ആ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷെ നമ്മൾ ഡേറ്റ് ആഡഡ് ഓൾഡസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ വീഡിയോസ് കാണൂ. അതായത് ഹാക്കിങ്ങിന് ശേഷമുള്ള വീഡിയോ ഒരു ഇതിലോട്ടേക്കും ഹാക്കിങ്ങിന് മുന്നേ ഉള്ളത് അങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ ചാനലിന് ഇപ്പോൾ ഉണ്ട്. ശരിക്കും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചില റെസിപ്പീസൊക്കെ അങ്ങ് അവിടെ നല്ല റെസിപ്പീസൊക്കെ കുറച്ച് പോയിട്ട് അവിടെ അങ്ങ് സ്ട്രക്കായി പോയി. അപ്പോൾ നിങ്ങൾ മലബാറിൻ്റെ കുറേ റെസിപ്പീസ് ഉണ്ട് ശരിക്കും നമ്മുടെ ചാനലിൽ. കേക്ക്സ് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളതെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം തന്നെയാണ്, കേക്ക്സ് മാത്രം കാണാതെ ഞാൻ ഈ ചാനലിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് മലബാർ റെസിപ്പീസ് ആണ് കൂടുതലായിട്ട് എനിക്ക് ആഗ്രഹം ഇടാൻ വേണ്ടിയിട്ട്. മലബാർ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. എന്തായാലും കേക്ക്സ് മാത്രമല്ല അത് കാണാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ യൂട്യൂബ് ഇൻകം. അത് സാധാരണ നീ നിന്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആരും ചോദിച്ചിട്ടില്ല കേട്ടോ യൂട്യൂബ് ഇൻകം. സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ സത്യത്തിൽ എക്സ്പെക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ Q&A ചെയ്യാൻ പോകുമ്പോൾ മറ്റുള്ള ചാനൽസ് ഒക്കെ നമ്മൾ ഇന്ന് കാണില്ലേ അവരെന്താ ചെയ്യുന്നത് എങ്ങനെയാ ചെയ്യും. അപ്പോൾ അതിൻ്റെ താഴെ ഫുൾ എനിക്ക് തോന്നുന്നു 90% ക്വസ്റ്റ്യൻ യൂട്യൂബ് ഇൻകം ഇങ്ങനെ തന്നെ എത്ര. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്താ വിശേഷം, മോൻ്റെ പേരെന്താ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു അങ്ങനെയാണ് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ. അത്ര നല്ല സ്നേഹത്തോടെയുള്ള കമൻസ് ആയിരുന്നു. അതിനകത്ത് ആരും എത്ര പൈസ കിട്ടുന്നു, ഇതിനകത്ത് എത്ര എമൗണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു അങ്ങനെയൊന്നും ആരും ചോദിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് ഞാൻ ഇതുവരെ കമന്റ് ഒന്നും കാണാത്ത കുറച്ച് ചാനൽസ് എങ്ങാണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എങ്ങനെ കിട്ടും, എത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കിട്ടുന്ന എമൗണ്ട് പറയാൻ പാടില്ല എന്നുള്ള ഒരു പോളിസി ഉണ്ട് ശരിക്കും. അതുപോലെ തന്നെ കുറേ പേര് വിചാരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടു, പെട്ടെന്ന് തന്നെ അതിന് വ്യൂസ് കിട്ടി, പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ കിട്ടി, പെട്ടെന്ന് നല്ല എമൗണ്ട് കിട്ടും എന്നൊക്കെ ഇല്ല. അങ്ങനെ ഇല്ല. കുറച്ച് നമ്മൾ അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട് കാര്യമായിട്ട്. എപ്പോഴാ പൈസ കിട്ടുക നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും യൂട്യൂബ് ചെയ്യരുത്. എനിക്ക് പൈസ വേണം എന്ന് മാത്രം വിചാരിച്ചിട്ട് നമ്മളൊരു പാഷനല്ലേ ശരിക്കും. കാരണം പൈസ എപ്പോൾ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർ പെട്ടെന്ന് വൈറലാകും, ചിലർക്ക് കിട്ടത്തേ ഇല്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ 3 മാസമായപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി. ശരിക്കും ചാനൽ തുടങ്ങിയിട്ട് 3 മാസമായപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടി. 6ാമത്തെ മാസം ആണ് എനിക്ക് ആദ്യത്തെ പൈസ കിട്ടിയത്. അത് 6000 രൂപയാണ്. 6000 എനിക്ക് കിട്ടിയത്. $100 കറക്റ്റ് $100 6000 രൂപ കിട്ടി. പിന്നെ അവിടുന്ന് എനിക്ക് കിട്ടിയില്ല. ചുമ്മാ ഞാൻ വീഡിയോസ് ഇടും, എനിക്ക് എമൗണ്ട് ഒന്നുമില്ല. പക്ഷെ എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ആഗ്രഹം എന്താ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് കുറേ ആൾക്കാർ കാണണം എന്നുള്ളത്. പൈസേനെക്കാളും കൂടുതൽ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടു പറയുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. പിന്നെ കുറേ കമന്റ്സ് വരണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതാണ് കൂടുതൽ ആഗ്രഹം. പൈസ കിട്ടേണ്ട ആഗ്രഹമൊന്നുമില്ല. അങ്ങനത്തെ എല്ലാവർക്കും ഏൺ ചെയ്യാൻ തന്നെയല്ല ആഗ്രഹം. പക്ഷെ അതിനേക്കാളും അതിന് കുറച്ചുകൂടി ആഗ്രഹം ഉണ്ടായിരുന്നു.
പിന്നെ പേയ്മെൻറ്റ് പിന്നെ നമുക്ക് റെഗുലറായിട്ട് കിട്ടാൻ തുടങ്ങി കേട്ടോ. എല്ലാ മാസവും കറക്റ്റ് 21st ഒക്കെ ആകുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. പിന്നെ എനിക്ക് ഇപ്പം അത്യാവശ്യം നമുക്കൊരു നാട്ടിലൊക്കെ ജോലിക്ക് പോയാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട്, നമുക്ക് വേണ്ട ഒരു എമൗണ്ട് കിട്ടും, നമ്മുടെ കാര്യങ്ങൾ മിനിമം എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് നമ്മുടെ മലബാർ കിച്ചന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. പിന്നെ ഹസ്ബൻഡിൻ്റെ പിറന്നാൾ, ഹസ്ബൻഡിന് ഭയങ്കര ഐഫോൺ ക്രേസാണ്. അപ്പോൾ ഐഫോൺ 11 എൻ്റെ അടുത്തല്ലേ 11 എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മലബാർ കിച്ചണിൽ കിട്ടിയ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ നല്ല ഇഷ്ടത്തോടെ യൂട്യൂബിൽ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നല്ല എമൗണ്ട് നമ്മൾ സാധാരണ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച് മാരേജ്. ലവ് മാരേജ് അല്ല കേട്ടോ. പിന്നെ നമ്മള് നേരിട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിലേക്ക് വരുന്നതിന് 2-3 മാസം മുന്നേ അച്ഛൻ ചോദിച്ചു പെണ്ണ് നോക്കണോ പെണ്ണ് കാണണോ ചോദിച്ചു. വയസ്സായില്ലേ? 28 വയസ്സായില്ലേ? 28 അവസരമാണ്. ഞാൻ അച്ഛൻ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അനിയനാണ് കുറെ ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. അവൻ കുറെ പെണ്ണൊക്കെ കണ്ട് എനിക്ക് വേണ്ടി പെണ്ണ് കണ്ട് കുറെ ചായയൊക്കെ കുടിച്ച്. പിന്നെ അപ്പൊ ഇവിടെ കാണാൻ പോയത് അനിയനും അപ്പൊ കണ്ടിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടായിരുന്നു നല്ല കുട്ടിയാണ്, നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അത് നീ പറഞ്ഞു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഭയങ്കര നാടൻ പെൺകുട്ടിയാണ്. ഭയങ്കര അവന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ഒരു തനി അവൻ ഓരോ തവണ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പെൺകുട്ടി നല്ല ചന്ദനക്കുടിയെല്ലാം തൊട്ട് മറ്റേ നല്ല മുടിയൊക്കെ ആയി തുളസിക്കത്തിലൊക്കെ വെച്ച് അങ്ങനെയുള്ള ആ ഒരു നാടൻ സ്റ്റൈലാണ് അവൻ എപ്പോഴും. നല്ല കുട്ടിയാണ്, പട്ടോടി ബ്ലൗസ് ഒക്കെ പറയാൻ നല്ല കുട്ടിയല്ലേ, നല്ല ഐശ്വര്യ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാനാണെങ്കിൽ അന്ന് സത്യത്തിൽ നമുക്ക് വേറൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഓക്കെ ആയതുപോലെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് പെണ്ണ് കാണാൻ വരുന്ന സത്യത്തിൽ പറഞ്ഞേ, പക്ഷെ ഇവര് വന്നില്ല. അപ്പൊ പിന്നെ വരുമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് വൈകുന്നേരം സന്ധ്യ 6-7 മണി ആ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുടിയെല്ലാം കഴിഞ്ഞ് അന്ന് എന്താണെന്നറിയില്ല, സാധാരണ ഞാൻ അധികം ടീഷർട്ടും സ്കേർട്ടും അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ലോങ് സ്കേർട്ടൊക്കെ എനിക്ക് ഇടാൻ ഇഷ്ടം. പക്ഷെ അന്ന് എന്തോ ചിലപ്പോ കെട്ടാനുള്ളത് ചുരിദാറിട്ട് വിളക്ക് വെച്ചതുകൊണ്ട് അന്ന് ഭസ്മം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നു കണ്ടു കഴിഞ്ഞപ്പോ ഏട്ടനോട് വിളിച്ചു പറഞ്ഞത് ഫോട്ടോ ഒന്നും വേണ്ട, എനിക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞ സ്റ്റോറിയൊക്കെ ഇങ്ങനെ എനിക്ക് വീഡിയോ ചെയ്ത് പിന്നെയാണ് അവന് മനസ്സിലായത് ഞാൻ ശരിക്കും നേരെ ഓപ്പോസിറ്റ് ആണെന്നല്ലേ. എനിക്ക് മുടി ഷോർട്ട് ആയിട്ടുള്ള മുടി ആ സമയത്ത് നല്ല ലെങ്ത് ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി മുറിക്കും. ആ സമയത്ത് ലെങ്ത് ആയിട്ടുണ്ടായിരുന്നില്ലേ. ഒരു ശരിക്കും കല്യാണം നല്ല യോഗ എന്ന് പറയുന്നില്ലേ, അതന്നെ അതാണ് പോയിന്റെ സത്യത്തില് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് കണ്ടില്ല, ഫോണിൽ മാത്രം സംസാരിച്ചു, ഫോട്ടോസ് കണ്ടു. പിന്നെ എന്റെ ഫാമിലിക്ക് റിലേഷൻ ഉണ്ട് ശരിക്കും, പക്ഷെ നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അല്ലെ. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോയിലുണ്ട് രണ്ടുപേരും സത്യത്തില് തെയ്യം കാണാൻ പോയത്. അതിപ്പോഴും കുറവൊന്നുമില്ല അങ്ങനെ. അപ്പൊ ലവ് മാരേജ് ആവുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതല്ല, ചോദിച്ചത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ചോദിക്കാറുണ്ട് ലവ് മാരേജ് അല്ല, നല്ല പക്ക അറേഞ്ച് മാരേജ് ആണ്. മോനെ എന്താക്കണെന്ന് നമ്മളെങ്ങനെയാ പറയാത്തത്? അവനെന്താ ഇഷ്ടമുള്ളത് അവനെ, ചെറിയ കുട്ടിയല്ലേ, 3 വയസ്സായില്ല. അവന് ക്രിക്കറ്റ് പ്ലെയർ ആക്കുന്നാ പറയുന്നത്. അവന് ഇഷ്ടമുള്ളത് അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഏജ് എനിക്ക് 30 വയസ്സായി. നമ്മള് 4 വയസ്സ് ഡിഫറൻസ്. 34 വയസ്സായ ഏട്ടനെ എനിക്ക് അതെന്താ പറയുന്നതിന് ബുദ്ധിമുട്ട്. എനിക്ക് 30 വയസ്സായിട്ടോ, കറക്റ്റ് 30 years ആയി. വളരെയായി. ചൈൽഡ്ഹുഡ് മെമ്മറി പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്നത് വീഴ അതന്നെ. എപ്പോഴും ജോള് തന്നെ സത്യം. എപ്പോഴും എവിടെയെങ്കിലും ആയിട്ട് അതെന്റെ ഒരു ഒന്നുകിൽ പൊള്ളിക്കും അല്ലെങ്കിൽ കൈ മുറിക്കും, അല്ലെങ്കിൽ പൊള്ളിക്കും കൈ മുറിക്കും, എന്തെങ്കിലും എല്ലാ ദിവസവും ഉണ്ടാവും. കൈയെല്ലാം ഫുള്ള് കണ്ടില്ലേ, എല്ലാം മൊത്തം ഫ്ലോപ്പ് റെസിപ്പി മാത്രമേ ഉള്ളൂ. ഫ്ലോപ്പ് റെസിപ്പി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടോ എന്നല്ല, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന കേക്ക്സ് ഒന്നും പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ആവുന്നതല്ല, അത് നമ്മൾ ട്രൈ ചെയ്ത് ഉണ്ടാവും തന്നെയാണ്. ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള റെസിപ്പി പഞ്ഞിമിഠായില്ലേ, പഞ്ഞിമിഠായി ഞാൻ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ഞാൻ അങ്ങനെ അതെ ആ ചാനല് നല്ല പ്രായമുള്ളവര് ഈ സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് പറയുന്ന കേൾക്കാനൊക്കെ. ആ രസത്തിലൊന്നും ഉണ്ടാക്കി നോക്കി. ആദ്യം അത് ഫ്ലോപ്പായി, രണ്ടാമത്തെ ഉണ്ടാക്കി, മൂന്നാമത്തെ ഉണ്ടാക്കി, നാലാമത്തെ ഒരു 6-7 തവണ ഉണ്ടാക്കി. ഇനി ബട്ടർ വാങ്ങി തരില്ല പിന്നെ എനിക്ക് സങ്കടമായിട്ട് ഒത്തിരി സാധനങ്ങൾ എന്ത് സംഭവിക്കുന്ന ഉണ്ടാക്കും. ലാസ്റ്റാണ് നമ്മളെ പഞ്ഞി പോലെ ശരിക്കും നൂല് പോലെ സമയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അതുവരെ കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്ലേറ്റിനകത്തോടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അത് ഇടണം ഞാൻ വിചാരിച്ചായിരുന്നു എൻ്റെ ഫ്ലോപ്പ് റെസിപ്പി. പിന്നെ കേക്ക് ആക്കിയിട്ട് കേക്ക് ഫ്ലോപ്പ് പണ്ടൊരു ഓറഞ്ച് ആപ്പിൾ കേക്കൊക്കെ ആക്കിയത് നല്ല കരി പോലെയൊക്കെ ഇരുന്ന കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെൻഷൻ അടിച്ച റെസിപ്പി അത് തന്നെയാണ്. കാരണം അത്രയും സാധനം വേസ്റ്റ് ആക്കിയില്ലേ. ഒരു ഇതാണെങ്കിൽ ഞാൻ കഴിക്കാൻ പറ്റില്ല, കാരണം അതിങ്ങനെ മെൽറ്റായാതെ. പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല, ഇനിയും ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. വലിയ മിഠായി എനിക്ക് ഭയങ്കര അങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആ റെസിപ്പി വീണ്ടും ചെയ്യണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ 8 തവണ ഞാൻ ചെയ്തിട്ടുണ്ടോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ, അതായത് ഫേവറേറ്റ് കളറ്, ഫേവറേറ്റ് ഫുഡ്, പിന്നെ അതെല്ലാം ഒരുമിച്ച് ചോദിക്കാം, ഒരുമിച്ച് ആൻസർ പറഞ്ഞത്. പിന്നെ ഫേവറേറ്റ് ആക്ടർ, ആക്ട്രസ്, യൂട്യൂബർ കുറേ ഉണ്ട്. ഫേവറേറ്റ് കളർ ഞാൻ ഈ പൊട്ടിയിരിക്കുന്ന വൈറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. പിന്നെ ഫുഡ് പെട്ടെന്ന് പറയാം, കപ്പിയും മത്തി മുളക് ഇട്ടത്. അത് ഏട്ടന് ഇഷ്ടമല്ല, അത് ഇങ്ങനെ ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പിയും മത്തി മുളക് ഇട്ടത് അമ്മ വെച്ചിരുന്നത് ഞാനാക്കിയതാണ് കേട്ടോ. ഞാനൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടാകും. ആക്ടർ വെറുതെ ഏട്ടനോട് അടിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയും ലാലേട്ടൻ്റെ ഫാനാണെന്ന് പറയും. കാരണം ഏട്ടൻ ഏത് സമയം മമ്മൂക്ക ഫാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെറുതെ അടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ ഫാനാണ്. പക്ഷെ എനിക്ക് 2 ഫിലിംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പേഴ്സണലി കൂടുതലായിട്ട് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ശ്രീനിവാസ് സാറിൻ്റെ മൂവീസ്, സാർ ഡയറക്റ്റ് ചെയ്ത മൂവീസ് കാണാനും സാർ ആക്ട് ചെയ്ത മൂവീസ് കാണാനും ഒക്കെ പഴയതൊക്കെ വീണ്ടും കാണാൻ ഭയങ്കര ഇഷ്ടം. ആക്ട്രസ് ശോഭന, മഞ്ജു വാര്യർ, 2 പേരും ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റ് യൂട്യൂബർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വീണാസ് കറികളുടെ വീണ ചേച്ചിയുടെയും മിയാസ് കിച്ചല മീന ചേച്ചി. അപ്പോൾ രണ്ടും അവിടെ തന്നെ ശരിയല്ല, 2 ഡിഫറെൻ്റ് ആണ്. 2 പേരും അല്ലേ കാണുന്ന എല്ലാവരും പറയും ഫേമസ് ചാനൽ. ഇഷ്ടപ്പെടാനുള്ള കാരണം ചില ഓരോ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ, ഇപ്പോൾ കേക്ക് ഒരു ചാനൽ ക്ലിക്കായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കേക്ക് തന്നെ ഇടും. ക്രീമാർക്ക് ക്ലിക്കായിട്ടുള്ള ക്രീം തന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുക. പക്ഷെ അവരുടെ ചാനൽ അങ്ങനെയല്ല, വ്യൂസ് കുറഞ്ഞാലും എങ്ങനെയാണെങ്കിലും എല്ലാ റെസിപ്പീസും അവർ കവർ ചെയ്യും. അതാണ് ശരിക്കും ഒരു സക്സസ് എന്ന് പറയുന്നത്. ശരിക്കും എല്ലാ റെസിപ്പീസും എല്ലാ വ്യൂവേഴ്സും വരുന്ന ഒരു ചാനൽ, അതുകൊണ്ടാണ് ഇഷ്ടം മലയാളത്തിൽ. പക്ഷെ ഞാൻ കാണുന്ന ചാനലിൽ, അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ചാനൽ എന്ന് പറയുന്നത് രാജശ്രീ ഫുഡ് ഷെഫ് വരും. എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ടിപ്സ് അതിനകത്ത്, നല്ല നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽസിൽ അങ്ങനെ വീഡിയോസ് കാണുന്നത് വളരെ 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 കുറവാണ്. ഞാൻ സാധാരണ ഫുഡിൻ്റെ റെസിപ്പീസ് എല്ലാവരും ചോദിക്കാറുണ്ട്, എനിക്ക് എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ബ്ലോഗാണ് കൂടുതൽ വായിക്കുന്നത്. കേക്ക്സിൻ്റെ ബ്ലോഗ്സൊക്കെ വായിക്കുന്നത്. ആരും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിൽ നോക്കി കേക്ക് പഠിക്കാൻ പറ്റുമോ? യൂട്യൂബിൽ നോക്കി കേക്ക്സ് പഠിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. കാരണം ബിഗിനേഴ്സ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബേക്കിംഗ് ക്ലാസ് ഒക്കെ ഒത്തിരി ചാനൽസ് ചെയ്യുന്നുണ്ടല്ലോ, സുഖമായിട്ട് പഠിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ആളല്ല, ഞാൻ ബ്ലോഗ് വായിച്ച് പഠിച്ച ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗർ ബോൾഡ് ബേക്കിംഗ്, എനിക്ക് തോന്നുന്നു അറിയുന്നുണ്ടാവുമായിരിക്കാം. കേൾക്കുന്നറിയില്ല, പക്ഷെ നല്ല അടിപൊളി ബ്ലോഗാണ്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ. ഫേവറേറ്റ് കേക്ക് ഞാൻ ആക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. അത് എനിക്ക് പറയാനുണ്ട്, ഓറഞ്ച് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മളെ ചാനലിൽ ആ വീഡിയോ ഒട്ടും ഓടിയില്ല. എന്തുകൊണ്ട് ആൾക്കാർ കണ്ടില്ല എന്നല്ല, ഓറഞ്ച് ആർക്കും ഇഷ്ടമാണെന്നല്ലേ. ഓറഞ്ച് അടിപൊളി കേക്കാണ്. എഡിറ്റിംഗ് ആപ്പ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. സാധാരണ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്ത് എല്ലാവരോടും ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വിൻഡോസ് 7 മൂവി മേക്കർ, വിൻഡോസ് മൂവി മേക്കർ. ഓക്കെ, VSDC എനിക്കറിയുന്നില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. ഏട്ടൻ ഇടയ്ക്കായാലും എന്തൊക്കെയോ കാണിക്കുന്നതാണ്, എനിക്കറിയില്ല. അങ്ങനെ ഒരു
ഫസ്റ്റ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടില്ല ഞാനുണ്ട് ഇതുകൊണ്ട് അത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എനിക്ക് എഡിറ്റിങ് അറിയില്ല കേട്ടോ. സത്യമായിട്ടും എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല, ഒട്ടും അറിയില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ മെയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യാത്ത വ്യക്തിയാണ്. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എഡിറ്റിങ് പഠിപ്പിച്ചു തന്നു ഏട്ടൻ. ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഏട്ടൻ തന്നെ ചെയ്തേനെ. പിന്നെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ഏട്ടൻ എഡിറ്റ് ചെയ്തത്. പിന്നെ പിന്നെ പഠിച്ചു. പിന്നെ യൂട്യൂബ്, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വന്നത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. യൂട്യൂബ് എക്സ്പീരിയൻസ് ഗുഡാണ് ബാഡ് രണ്ടും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗുഡാന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, നമ്മളിവിടെ ഇരുന്നിട്ട് തന്നെ എന്തെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് കുറച്ച് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞ പാടെ നമുക്ക് അതിനകത്ത് ഇൻകോ അല്ലെങ്കിൽ കുറേ വ്യൂസ് കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കിട്ടുമൊന്നുമില്ല. ഒരു കമൻറ്റ് ചെയ്യാറുണ്ട് എങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് വ്യൂസ് കിട്ടാം, അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാം. പക്ഷെ എനിക്കറിയില്ല കേട്ടോ സത്യം, അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടോ, അങ്ങനെ സക്സസ് ആയവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ചില ആൾക്കാരുടെ വീഡിയോസ് പെട്ടെന്ന് ക്ലിക്കാവും, ചിലർ കുറേ സമയത്ത്. എനിക്ക് അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെയാണ് ഞാൻ മോണിറ്റൈസേഷൻ കിട്ടിയത് 3 മാസമായപ്പോൾ കിട്ടി. നമ്മൾ നല്ല ടൈറ്റിൽസ് കൊടുക്കുക വീഡിയോന്, നല്ല ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, മാക്സിമം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസിലൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എപ്പോഴെങ്കിലും ആണ്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാം, നമ്മൾ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോസിനൊക്കെ ഒരു 1000 1200 നിൽക്കും. പിന്നെ 2-3 മാസം കഴിച്ച് നിങ്ങൾ ആ വീഡിയോ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് 50 50 100 കേക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ നല്ല ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ എനിക്കറിയുന്നില്ല കേട്ടോ. പിന്നെ യൂട്യൂബ് ഫ്രണ്ട്സ് യൂട്യൂബിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളല്ല ഞാൻ. എനിക്ക് യൂട്യൂബിലെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, അതായത് നമ്മൾ വളരെ താഴെ ഒരു 100-200 സബ്സ്ക്രൈബർ ആവുന്ന ആ ഒരു ടൈം തുടങ്ങിയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതിയാണ്. അശ്വതി ക്ലിക്ക് ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള ക്ലിക്ക് ടു പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ ചെയ്യുന്നുണ്ട്. അവരുടെ ചാനലിനെ കുറിച്ച് ഞാൻ ഒരു തവണ നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അശ്വതിക്ക് ഇപ്പോൾ അതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാലിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രാക്ചറൊക്കെ പറ്റി. ശരിക്കും പെട്ടെന്ന് നല്ലൊരു ലക്ക് കൊണ്ട് രക്ഷപ്പെട്ടത്. അത്രയും ഇവിടെ ഗൾഫിൽ നിന്ന് തന്നെ പറ്റിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അശ്വതിൻ്റെ ചാനൽ എല്ലാവരും കണ്ടു നോക്കുന്നുണ്ട്. നല്ല ചാനൽ, കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല ചാനലാണ് ക്ലിക്ക് ടു പേപ്പർ ക്രാഫ്റ്റ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്കായതിനു ശേഷം റിട്ടേൺ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഒന്നുകൂടി മറ്റുള്ള ആൾക്കാരിലോട്ടേക്ക് എന്നെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു, ശരിക്കും പറയാം വീണ്ടും നമ്മളെ ഒന്നുകൂടി കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പറയില്ല, അത് ജോസ്മിയാണ്. മദർഹുഡ് ചാനലിലെ ജോസ്മി ആണ്. പിന്നെ വലിയ ടിക്ടോക്കറൊക്കെയാണ്, ജോസ്മി കാണുന്നുണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് ചട്ടിയും കലവും. നിങ്ങൾക്ക് അറിയാം ഏട്ടൻ ഓരോരാളെ വിളിക്കുന്നത് ക്ലിക്ക് ചട്ടി അങ്ങനെയൊക്കെ വിളിക്കും. ചട്ടിയും കലവും ചാനൽ നിങ്ങൾക്ക് അറിയുന്നില്ല. മുടിയുടെ ഒക്കെ ഒരുപാട് നല്ല വീഡിയോസിലെ ചാനൽ. അവളാണ് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫ്രണ്ട് വഴി, അത് ശരിക്കും നമ്മുടെ ലാസ്റ്റ് രമ്യ സുജയുടെ വീഡിയോ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വഴി വന്ന് ഞങ്ങൾ പേഴ്സണലി ഇപ്പം പറഞ്ഞു വരുമ്പോൾ ശരിക്കും അറിയുന്ന 2 ആൾക്കാർ. ഇത്രയാണ് യൂട്യൂബ് ഫ്രണ്ട്സ്. ഇതിൽ കൂടുതൽ യൂട്യൂബ് രമ്യ സുജയ്, ഇത്രയാണ് യൂട്യൂബ് ഫ്രണ്ട്സ്. അങ്ങനെ കൂടുതലായിട്ട് യൂട്യൂബ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. സപ്പോർട്ട് മൈ സബ്സ്ക്രൈബേഴ്സ്. നല്ല സബ്സ്ക്രൈബേഴ്സ് ആണ്, എന്താ പറയേണ്ടത്. മുന്നേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒത്തിരി മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അതൊരു നെഗറ്റീവാണ് നമ്മുടെ ചാനൽ എനിക്ക് തോന്നിയിട്ടുള്ള. കാരണം ശരിക്കും ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ്സ്ക്രൈബേഴ്സ് വാച്ച് ചെയ്യണമല്ലോ ശരിക്കും വീഡിയോ, അപ്പോഴല്ലേ സക്സസ് ആയെന്ന് പറയാം. ഇപ്പോൾ എൻ്റെ ചാനൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 10.6% എങ്ങാണ്ടേ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുള്ളൂ. ബാക്കിയുള്ള വ്യൂസ് മൊത്തം ഇപ്പോൾ ഗൂഗിൾ സെർച്ച് വഴിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ അത് ശരിക്കും ഒരു നെഗറ്റീവാണ്. അതെന്തുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കാണാത്തത്? ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ആയിരിക്കില്ല, എൻ്റെ മിസ്റ്റേക്സ് ആയിരിക്കും. കണ്ടിട്ട് എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയില്ല. അപ്പോൾ എനിക്ക് ഈ കേക്ക്സ് മാത്രം കാണാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ശരിക്കും ആ ചാനൽ അങ്ങനെ ആവണമെന്നല്ല എനിക്ക് ആഗ്രഹം. എല്ലാ വീഡിയോസും ചെയ്യണം എന്നാണ്. അതായത് എല്ലാ വീഡിയോസും കാണുമ്പോഴല്ലേ ഒരു ചാനൽ സക്സസ്. സിംഗർ സോങ് ഞാൻ സിംഗ് ചെയ്യാൻ എനിക്കറിയാം, പാടാനൊന്നും വലിയ കഴിവൊന്നുമില്ല. പിന്നെ
സ്റ്റാർട്ടിങ്ങിൽ എത്ര സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഓർക്കുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. സ്റ്റാർട്ടിങ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ കിട്ടിയത് കറക്റ്റ് 3.5 മാസമായപ്പോഴാണ്. ചാനൽ തുടങ്ങിയിട്ട് 3.5 മാസമായപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി. ആ സമയത്ത് കറക്റ്റ് 1500-2000 സബ്സ്ക്രൈബർ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് മാസം കൂടി ചെയ്തപ്പോഴത്തേക്കും ചാനൽ ഹാക്കർ കൊണ്ടുപോയി. പിന്നെ സപ്പോർട്ട് ഫോർ ഫ്രണ്ട്സ്, ഫാമിലി, ഹസ്ബൻഡ്. ഏറ്റവും സപ്പോർട്ട് ഹസ്ബൻഡും അതുപോലെ തന്നെ ഏട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലി തന്നെയാണ്. അതിൽ ഏറ്റവും കൂടെ എന്ന് പറയുന്നത് ഏട്ടനും പിന്നെ അനിയനൊക്കെ തന്നെയാണ് ഏറ്റവും സപ്പോർട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ സ്കൂൾ മേറ്റ്സ്, ഞാൻ പണ്ട് പഠിച്ച സ്കൂൾ മേറ്റ്സാണ് എൻ്റെ ഏറ്റവും കുറേ പേരുണ്ട്. പിന്നെ അല്ലാതെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് Team 22, അവരുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ വരുണേട്ടനും ഞങ്ങൾ ആ ടീമിലെ മെമ്പേഴ്സിനെ പറയുന്നത് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവരുടെ പേജിൽ അവർ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ കോളേജിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജ് മേറ്റ്സ് ഒന്നും അങ്ങനെ അറിയില്ല തോന്നുന്നു. എല്ലാവർക്കും ഒന്നും അറിയില്ല. ആകെ ഒരു 4-5 പേരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അവരൊക്കെ മെസ്സേജ് ചെയ്യും, പേഴ്സണലി മെസ്സേജ് ചെയ്യും. പക്ഷെ മിക്കവർക്കും അറിയില്ല കോളേജിൽ. പക്ഷേ കോളേജിൽ സീനിയേഴ്സ് ഉണ്ടല്ലോ, സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. കുറേ സീനിയേഴ്സ് ഉണ്ട് കേട്ടോ, വീഡിയോസ് കാണുന്ന സീനിയേഴ്സ്. അതെനിക്ക് ഭയങ്കര. പിന്നെ മാഡംസ്, പഠിപ്പിച്ച മാഡംസ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. മാഡംസ് പേഴ്സണലി മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒത്തിരി സപ്പോർട്ടാണ്. ഞാൻ പ്രസൻറ്റിൽ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാത്തിനും വിരുദ്ധം. മലബാർ കിച്ചന്റെ പേര് എങ്ങനെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു? മലബാർ കിച്ചന്റെ പേര് വന്നത് അത് ഞാനല്ല, ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ ആ പേര് നമ്മൾ ക്യാച്ച് ചെയ്തതാണ്. ചാനലൊന്നും ഇല്ല ആ സമയത്ത്. പക്ഷെ ഫുഡ് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വാക്കായിരുന്നു ഓഫീസിൽ ആ ലഞ്ച് ടൈമിൽ നമ്മളിങ്ങനെ ഫുഡ് കൊണ്ടുപോയി. അതായത് ഇവിടുന്ന് കുറേ ഡിസ്റ്റൻസ്, 1 മണിക്കൂറിനടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഓഫീസ്. അപ്പോൾ ഭക്ഷണം കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും അതുപോലെ ഫുഡ് അവർ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇവർ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നീദൂസ് കിച്ചൺ, അശ്വതി, അങ്ങനെ എല്ലാവരുടെ അങ്ങനെ പറഞ്ഞു. പക്ഷെ നീദൂസ് കിച്ചൺ ഇടുമ്പോൾ അതൊരു രസം തോന്നിയില്ല. അപ്പൊ ഇടുന്ന സമയത്ത് നമ്മുടെ നാട്ടിന്റെ പയ്യന്നൂർ അങ്ങനെ എന്തെങ്കിലും ഇടാന്നൊക്കെ ആദ്യം വിചാരിച്ചു. അവനിപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞ പേരാണ് അതിന്റെ ക്രെഡിറ്റ് പറയാറുണ്ട്. പക്ഷെ അപ്പൊ പയ്യന്നൂർന്നൊക്കെ ഇടുമ്പോ എന്തോ ഒരു സ്യൂട്ട് ആവുന്നില്ല. അത് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു അപ്പൊ നമ്മുടെ മലബാർ ഏരിയ ആണല്ലോ, അങ്ങനെയാണ് മലബാർ നീദൂസ് മലബാർ കിച്ചൺ വന്നത്. പിന്നെ എന്തോ മലബാർ കിച്ചൺ അതറിയില്ല കേട്ടോ, വേറെ എന്ത് പേരിടും, കുറേ പേര് അന്വേഷിച്ചു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചാനലിന്റെ പേരൊക്കെ കണ്ടുപിടിക്കാന്നുള്ളത്. വേറെ എന്ത് പേരിടുന്ന എനിക്കറിയില്ല. ഇത് തന്നെ നമ്മളെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാലും. ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഹിമ രാഗി. ചെറിയ കുട്ടികൾക്കുന്ന സമയം തുടങ്ങിയിട്ട് അവരുടെ കൂടെ എപ്പോഴും കളിക്കും. അല്ലല്ല അതല്ലാതെ വേറെ ഇത് സ്ഥിരമായിട്ട് എപ്പോഴും കൂടി ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സാണ്. പക്ഷെ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഒന്നുമില്ല. ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടൊന്നുമില്ല, കോണ്ടാക്റ്റും ഇല്ല, അറിവില്ല എവിടെയാണ്. എന്റെ ഒരു എല്ലാ വീഡിയോസും കാണുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന അശ്വതി, കുറേ പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷമാവും. അപ്പോൾ ദേവു കിച്ചു ഞാൻ മെൻഷൻ ചെയ്യാനൊരു കാര്യം, എനിക്ക് ടെൻഷനാണോ പേടി, ഹസ്ബൻഡിന് ഗിഫ്റ്റ് വീഡിയോ ചെയ്തോന്ന് പറഞ്ഞ ദേവു കിച്ചു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 വർഷം ആയില്ലേ, ഒത്തിരി ഗ്യാപ്പ് ആയില്ല ക്യാമറയുടെ മുന്നിൽ വന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ പക്ഷെ പറയുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ കുറേ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതല്ലേ, അങ്ങനെയുള്ള സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ശരിക്കും ഇല്ല. പക്ഷെ ഇപ്പം എന്തോ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി എന്തൊക്കെയോ ഒരു ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എല്ലാവരും പറഞ്ഞിട്ടും ചെയ്യാത്തത്. അത് നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, കൊള്ളാവോന്നറിയില്ല.
പിന്നെ അത് മുന്നേ വന്നതാണ് ഒരു വീഡിയോനകത്ത് ഇങ്ങനെ ടാറ്റു അല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ടാറ്റുവിന്റെ ഫോട്ടോ ടാറ്റു ക്രേസിനെ പറഞ്ഞൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Q&A ചെയ്യുന്ന സമയത്ത് ടാറ്റു കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റു സത്യത്തിൽ ദിവസം കാണണത്തില്ല രീതിയിലാണ് അത് സത്യമാണെങ്കിൽ ഈ മമത മോഹൻദാസ് അവരുടെ ടാറ്റു ക്രേസ് ആണ്. അപ്പോൾ ഒത്തിരി ടാറ്റൂസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യണം. അപ്പോഴാണ് ഏട്ടൻ്റെ അനിയൻ ടാറ്റു അടിച്ചിട്ട് വന്നത് വീട്ടിൽ. അപ്പം ഞാൻ നാട്ടിലായിരുന്നു ആ ടൈമിലല്ലേ, എന്തോ വെക്കേഷൻ എങ്ങാണ്ട് പോയി നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ വരുന്ന അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞു വേണ്ട മോളെ ചെയ്യേണ്ട, ഭയങ്കര പെയിനാണ്, പിന്നെ വേണ്ട എന്തിനാ ചെയ്യുന്നത് കുറേ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കൈയും കാലൊക്കെ പിടിച്ച് ഒരുവിധം അച്ഛൻ പറഞ്ഞു കൊണ്ടുപിടിക്കുക, ടാറ്റു അടിക്കാൻ എന്തായാലും കൊണ്ടുപിടിക്കാന്ന് പറഞ്ഞു ഏട്ടൻ. അച്ഛൻ വീട്ടിൽ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടനും അടിക്കൊണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയനും കൂടി ഏട്ടനെയും കൂടി അങ്ങ് എൻകറേജ് ചെയ്തു, കാരണം ഒരു കൂട്ട് വേണമല്ലോ. അപ്പൊ ഏട്ടനും അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഏട്ടനും അടിച്ചിട്ടുണ്ട്. ചെയ്യാൻ പോയത് വരെ എന്താണ് ചെയ്തത് വേറെ എന്തോ. ഇതൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു, ബട്ടർഫ്ലൈൻ്റെ ഒരു പാർട്ടാണ്, കളർ ടാറ്റു ആണ്. ഇതിനെത്ര നമ്മൾ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2500. ഇതിന് 1500 എങ്ങാണ്ടായിരുന്നു, ഇതിന് 2500. പക്ഷെ ചെയ്ത സ്ഥലം നല്ല കേട്ടോ, ചെയ്തത് എവിടുന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ സോറി ഡാഡിന്റെ ഷോപ്പിന്റെ പേര്. നല്ല അടിപൊളി ടാറ്റു സെന്റർ ആണ്, നല്ല ഫിനിഷിംഗ് ആണ് അവർ ചെയ്യുന്നത്. പക്ഷേ പെയിനുണ്ടോ ടാറ്റു ചെയ്തിട്ട് ഏകദേശം ഈ ഒരു സൈഡ് എത്തി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും കാണില്ല, ഉള്ളി ഇരുട്ട്. അപ്പൊ ആ ഏട്ടനോട് പറയാൻ ധൈര്യമില്ല. ഏട്ടൻ കുറച്ചിങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള വ്യക്തി. അപ്പൊ ഏട്ടനോട് പറയാൻ ധൈര്യമില്ല. അപ്പൊ ഏട്ടനോട് ഇങ്ങനെ കൈ കൊണ്ട് മാത്രം കാണിച്ചു. സത്യം കാണിക്കുന്നത് എന്താണെന്ന് അറിയാം, ഞാൻ ഇങ്ങനെ പോവാന്നുള്ളതായിരുന്നു. ഒന്നും കാണുന്നില്ല, ഞാൻ ബോധം പോയി, എന്റെ ബോധം പോയി, കംപ്ലീറ്റ് അടിച്ചു പോയി. അപ്പൊ ഇവരെല്ലാം ടെൻഷൻ. എന്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അനിയനുണ്ട്, ഏട്ടനുണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചു ഇതെന്ത് മണ്ടത്തരാണ്, ഇത് പകുതി മാത്രമേ ഉള്ളൂ ഈ സംഭവം, പിന്നെ എങ്ങനെയാ വീട്ടിൽ പോവാ, വീട്ടിൽ നിന്ന് കളിയാക്കി കൊല്ലില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് കുറച്ച് കഴിഞ്ഞ് ബോധം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബോധം എനിക്ക് പോയാലും വേണ്ടി ഞാൻ കണ്ണടിച്ച് ചേർന്നുള്ള അടിച്ചെന്ന് പറഞ്ഞു. ഫുൾ അടിച്ചു കഴിയുമ്പോൾ പിന്നെ വേദനയൊന്നുമില്ല. അടിക്കുന്ന സമയത്ത് എല്ലാവരും പറയും പെയിനൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അടിക്കാൻ എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. എന്നെ ടാറ്റു അടിക്കുന്നവരോട് പെയിൻ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പെയിൻ ഉണ്ടെന്ന് തന്നെ പറയും. പെയിൻ ഇല്ല, ഭയങ്കര സുഖമാണെന്നൊന്നും പറയില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു ഞാൻ എന്താണ് സ്റ്റിക്കർ ഒട്ടിച്ചാണോ, സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാവരും ഞാൻ കഷ്ടപ്പെട്ട് ടാറ്റു അടിച്ചതാണ്. അപ്പം ഇനി വേദബോധം പോയാലും ഇവിടെ ഞാൻ എന്തായാലും അടിക്കും. ഞാൻ സത്യത്തിൽ ചെയ്തതെന്തിനാന്ന് അറിയാം, അതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും, ഈ കയ്യിൽ കാണാൻ നല്ല ഭംഗിയല്ലേ, അതായത് എൻ്റെ ഉദ്ദേശം. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കളറൊക്കെ അങ്ങ് ഷെയ്ഡ് അതൊന്നും അത്ര ഒരു എഫക്റ്റീവ് ആവില്ല. പക്ഷെ ഞാൻ എന്തായാലും ഒരു കുഞ്ഞത് ഇവിടെ ചെയ്യും എന്തായാലും. കുറച്ച് ചാനൽസിന്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലാതെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം എനിക്കൊന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. അഥവാ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു, കാരണം ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജ് വന്നു. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പിന്നെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞ ചാനൽ ജെസ്സി രാഗി, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആളൊരു ചാനൽ ചെയ്യുന്നുണ്ട്, ആൻഡ് രാഗസ് പേജസ് എന്നാണോ എനിക്ക് കറക്റ്റ് അറിയില്ല പ്രൊനൗൺസിയേഷൻ. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഹനാൻസ് അഡ്വഞ്ചർ ഹായ്, പിന്നെ നൂറാസ് കിച്ചൺ പോർട്രേറ്റ് നമ്മൾ സ്ഥിരം വ്യൂവറാണ്, ആളൊരു ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടികളുണ്ട്. കുട്ടികളാണ് ശരിക്കും ബാക്ക് ബോൺ എന്നൊക്കെ പറയും ചാനലിൻ്റെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അത് ശിവാനി ഒരു സ്പെഷ്യൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികളുണ്ട്, മാഡു, അങ്ങനെ എല്ലാവർക്കും അറിയാതെ നിഷ, പിയ, മാളു, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരറിയാം. പക്ഷെ പറയുമ്പോൾ ഒത്തിരി അങ്ങ് ലെങ്ത് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാ കുഞ്ഞു മക്കൾക്കും ഹായ്. പിന്നെ എല്ലാവരും ഇനി വീഡിയോസ് കാണുക, അഭിപ്രായം പറയാം. അതുപോലെ തന്നെ നിങ്ങൾ കേക്ക്സ് വീഡിയോസ് അല്ലാതെ ബാക്കിയുള്ള റെസിപ്പീസും കാണണമെന്നാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാൻ ചോദിച്ചാൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേക്ക്സ് വീഡിയോസ് മാത്രം കാണും. നമ്മുടെ മലബാറിൻ്റെ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്നാണ് പറയുന്നത്. കാരണം അത് കേക്ക്സിനേക്കാളും നല്ല റെസിപ്പീസാണ് ശരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. ഡിസ്ലൈക്ക് സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരാളുണ്ടല്ലോ, സെക്കൻഡിൻ്റെ ഉള്ളിൽ 3 ഡിസ്ലൈക്ക് എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. ഞാൻ കമൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻസ് ഞാൻ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് കമൻസും റിമൂവ് ചെയ്യില്ല. നമ്മളൊരു മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നതോ അതല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയോ ഒരു കാര്യമില്ലാതെ നമ്മൾ വന്നിട്ട്
വളരെ വേഴ്സ്റ്റ് ആയിട്ട് റെസിപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, അങ്കമാലി മാങ്ങാക്കറി നല്ല റെസിപ്പിയാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് പനി പിടിച്ചിട്ടുള്ള ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇങ്ങനെ പതുക്കെ വളരെ ലെങ്തി ആയിപ്പോയി വീഡിയോ. എനിക്ക് തന്നെ പിന്നെ കണ്ടപ്പോൾ തോന്നി ഭയങ്കര ലെങ്തി ആയില്ല. പിന്നെ ആ വീഡിയോ ഓടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആ വീഡിയോ അങ്ങ് കുറച്ച് വൈറലായി. ഒരു 4 ലക്ഷത്തിനടുത്തായിട്ട് വ്യൂസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഒത്തിരി കമൻസ് വന്നു, സംസാരം നിർത്തടി, അധികം സംസാരിക്കരുതടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ റെസിപ്പി റിലേറ്റഡ് അല്ലാതെ ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ വളരെ വൃത്തികെട്ട രീതിയിൽ കുറേ കാര്യങ്ങൾ പറയും. അത് ഞാൻ റിമൂവ് ചെയ്യും. അത് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും റിമൂവ് ചെയ്യും. പിന്നെ ഡിസ്ലൈക്ക് അടിക്കാതെ, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പിന്നെ മനഃപൂർവ്വം വന്നൊരു വീഡിയോ ഇട്ട് 0 വ്യൂസിൽ വന്ന് ഡിസ്ലൈക്ക് അടിക്കുക എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കും. എനിക്ക് തോന്നുന്നു ആ ഡിസ്ലൈക്ക് അടിക്കുന്ന വീഡിയോസിന് കുറച്ച് വൈറലാവുന്നത് എന്ന് കരുതി എല്ലാവരും കൂടി ഡിസ്ലൈക്ക് അടിക്കരുത് കേട്ടോ. അടിക്കുന്ന ആളോട് ഞാൻ പറയാം, നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ലൈക്ക് ഡിസ്ലൈക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം, അപ്പോഴല്ലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ നമ്മുടെ മിസ്റ്റേക്സ്. അപ്പോൾ എനിക്ക് എല്ലാവരും വീഡിയോസ് കാണാം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ വിശേഷമുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അറിയില്ല കറക്റ്റ് ആവുമോ. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവർക്കും